നമ്മുടെ പുതിയൊരു ട്രിപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ക്യാമ്പിങ്ങിനാണ് പോകുന്നത്. ഇപ്പോൾ ഫുജാറയിലുള്ള ഫർഫർ മൗണ്ടനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പോവാണ്. ഇപ്പോൾ സമയം ഒരു 5:30 ഏകദേശം സണ്ണിങ് സെറ്റ് ആവാറ്. ഇനി അധികം ദൂരമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് വരണമെങ്കിൽ ഏകദേശം ഒരു 86 കിലോമീറ്ററാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മണിക്കൂർ 9 മിനിറ്റും നമുക്ക് ട്രാവൽ ചെയ്ത അൽ ഫർഫർ മൗണ്ടൻ്റെ അവിടെ എത്താട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഫർഫർ മൗണ്ടൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് പൊടിക്കാറ്റുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണേ. എന്തായാലും നമ്മൾ പോവാം. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ചെന്ന് നമുക്ക് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാം. എന്തായാലും ബാർബിക്ക് ഇടുന്നില്ല, ഫ്രൈ ചെയ്യാൻ വിചാരിക്കണം. അതുപോലെ ടെൻ്റൊക്കെ അടിച്ച് അവിടെ താമസിച്ച് അവിടെ വെതറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് രാവിലെ സൺറൈസ് ഒക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ സാൻ ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കാണാം ഫർഫർ മൗണ്ടനിലെ വിശേഷങ്ങൾ. ഇവിടെ നേരെ നമ്മളിനിപ്പോൾ ഫുജേറ കോർഫക്കം വഴി നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. എക്സിറ്റ് നമ്പർ 47. വലിയ മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് നമുക്ക് തോന്നുന്നു ആ ഒരു മലയിലേക്കായിരിക്കും തോന്നണേ. എന്ന് വെച്ചാൽ ഒരു 24 മിനിറ്റ് ഉള്ളൂ. അതേപോലെ ഒരു 18 കിലോമീറ്ററാണ് നമുക്ക് ഇനി പോകേണ്ടത് സ്ഥലം. ഫുജേറയിലത്തെ ചെറിയ ചെറിയ മലകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ആകെ മഞ്ഞ് മൂടി നിൽക്കണ പോലെയാണ് അതിൻ്റെ ഒരു കാഴ്ചകൾ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ദുബായ് ഫുജേറ റൂട്ടിലുള്ള ആ ഒരു റോഡിൽ നമ്മളിപ്പോൾ ഈ ഒരു എക്സിറ്റ് 70 ആണ് നമ്മൾ എടുത്തേക്കണേ. നമുക്ക് ഇനി ഓഫ് റോഡ് ഉണ്ട് കിട്ടുന്നുണ്ട്. ഈ മലകളിലൊക്കെ ഇങ്ങനെ പച്ചപ്പ് വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ നമുക്ക് കാണാൻ. പക്ഷെ റോഡ് മൊത്തം ഇങ്ങനെ ചെറിയ ചെറിയ ചരൽ പോലത്തെ ഒരു റോഡാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഫർഫർ മൗണ്ടൻ. അപ്പോൾ ഈ മലയുടെ മേലേക്ക് നമ്മളിപ്പോൾ കയറാൻ പോവാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫർഫർ മൗണ്ടൻ്റെ അവിടുത്തെ ആ ഓഫ് റോഡ് നമ്മൾ സ്റ്റാർട്ടാക്കി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ കുത്തനുള്ള കയറ്റങ്ങളാണ് കേട്ടോ. ഈ വഴിയാണ് ഇവിടേക്ക് കേട്ടോ. ഇതേപോലെയുള്ള ഈ വഴികൾ കയറിയിട്ട് വേണം നമുക്കിനി പോകാൻ വേണ്ടിയിട്ട്. ആ മേലെ കാണിക്കുന്ന ആ വലിയൊരു ടവറിൻ്റെ അവിടേക്കാണ് നമ്മൾ പോണത്. നമ്മളങ്ങനെ നേരെ ഫർഫർ മൗണ്ടനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. റോഡ് ഭയങ്കര മോശമാണ്. ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് റോഡൊക്കെ ആകെ ഇടിഞ്ഞ് പോയിട്ട് അവരിപ്പോൾ റോഡ് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ആ ഒരു ഇതാണ് കാണുന്നത്. റോഡ് അതുകൊണ്ട് ഭയങ്കര മോശമാണ്. വലിയ മലയുടെ മേലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. കുഴപ്പമില്ല, നല്ല കട്ട ഓഫ് റോഡാണ് കേട്ടോ ഇവിടെ. ശരിക്കും പറഞ്ഞാൽ റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ഓഫ് റോഡ് വഴി കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര മോശമാണ്. ഇപ്പോൾ അവരത് വൃത്തിയാക്കിയിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇടിഞ്ഞ് പോയിട്ട് റോഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുള്ളത് തോന്നുന്നു കണ്ടിട്ട്. അതേപോലെ എന്താ കാണുന്നുണ്ട്. അതിൽ പോയി നോക്കാം. പിന്നെ ആരോ സ്പേസിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഫർഫർ മൗണ്ടനിലാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഒന്നിങ്ങനെ ടെൻറ്റ് ചെയ്തു. പക്ഷേ ഭയങ്കര കാറ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യം കുക്ക് ചെയ്യാനൊക്കെ വിചാരിച്ചു ഭയങ്കര പ്രോബ്ലമാണ്. എന്തായാലും ഭയങ്കര കാറ്റാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് രാവിലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. എന്ന് വെച്ചാൽ നല്ലൊരു കട്ടൊരു ഓഫ് റോഡാണ്. നല്ലൊരു ഓഫ് റോഡ് വണ്ടി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാനും പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് റോഡൊക്കെ ആകെ ഇടിഞ്ഞു പോയിട്ട് പിന്നെ അവർ റെഡിയാക്കി വരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ വലിയ കട്ടകളൊക്കെ കല്ലുകളും കട്ടകളൊക്കെ റോഡിലുണ്ട്. അതുകൊണ്ട് നമുക്കത് പതുക്കെ ഓഫ് റോഡ് 4 വീലൊക്കെ ഇട്ട് വരാൻ പറ്റുള്ളൂ. ഞങ്ങളിവിടെ ഒരു സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. ഹിന്ദി സിനിമ അത് കണ്ടോണ്ടിരിക്കുകയാണ്. ബേബി ജോൺ കണ്ടോണ്ടിരിക്കുകയാണ്. ക്യാമ്പിങ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല ഓഫ് റോഡ്. അപ്പൊ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മീനൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ ഇരിക്കുകയാണ്. ബാർബിക്കിട്ടുള്ള ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങും. രാവിലെ നമുക്ക് ഇവിടുത്തെ സൂപ്പർ കാഴ്ചകളാണ്. നമ്മളിങ്ങനെ ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. 9 മണിയായപ്പോ കാറ്റൊക്കെ നിന്നു. പപ്പ പറഞ്ഞു കാറ്റൊക്കെ നിൽക്കുന്നു 9 മണിക്ക്. നല്ല തണുപ്പ്, പുറത്ത് നല്ല കാറ്റ് നിന്നു. ഇപ്പോൾ കുറച്ച് കാറ്റ് കുറഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫർഫർ മൗണ്ടനിലെ രാവിലത്തെ കാഴ്ചയാണ് കേട്ടത്. സൺറൈസിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ്. നല്ല റെഡ് കളറായിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. റെഡ് ഓറഞ്ച് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്.
നമ്മൾ ക്യാമ്പ് ചെയ്ത ആ ഒരു ഏരിയയുടെ ഒരു ആംബിയൻസ് ഉണ്ട്. സണ്ണിപ്പോൾ ഏകദേശം റൈസായി. ഫുജാറയിലെ ഏകദേശം ഒരു 1200 മീറ്ററോളം ഹൈറ്റിൽ ഉള്ള ഒരു മൗണ്ടനാണ് ഈ ഫർഫർ മൗണ്ടൻ. നമ്മളോട് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ഫുജാറയിലത്തെ ഈ ഒരു ഫർഫർ മൗണ്ടൻ നല്ല അടിപൊളിയാണ്. ഫുള്ളിങ്ങനെ മഞ്ഞ് പൊതച്ച് നിൽക്കുന്ന ഈ ഒരു മലനിരകളാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ നമുക്കിങ്ങനെ ദൂരെ നമുക്ക് കടൽ കാണാം. സൺറൈസാണ് നമുക്ക് മെയിൻ ഒരു അട്രാക്ഷൻ. അതേപോലെ സൺസെറ്റ് നമുക്കിവിടെ കിട്ടും. അങ്ങനൊരു മെയിനൊരു സ്ഥലമാണ് ഈ ഒരു ഫർഫർ മൗണ്ടൻ. അതേപോലെ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ മലനിരകളുടെ ഭംഗിയും അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നല്ല നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സൂപ്പർ ലൊക്കേഷനാണ് ഈ ഒരു ഫർഫർ മൗണ്ടൻ. ജബൽ ജയ്സിലൊക്കെ പോണ പോലെയുള്ള നല്ലൊരു ടെമ്പറേച്ചറാണ് നമുക്കിവിടെ കിട്ടണേ. നല്ല തണുപ്പാണ്, അതേപോലെ നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ. പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഫുള്ളി ഓഫ് റോഡ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ വലിയ തിക്കും തിരക്കും വെള്ളമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് വരാം. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതേപോലെയുള്ള ക്യാമ്പിങ് സ്പോട്ടുകളാണുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ക്യാമ്പ് ചെയ്യാം. ഇവിടെ വലിയ ടവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇട്ടിസലാത്തിനാണെങ്കിൽ നമുക്ക് ഒരു ഘട്ട മാത്രമാണ് റേഞ്ച് ഉള്ളൂ കേട്ടോ. ഇവിടെ വേറെ എന്തോ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്താ പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് എപ്പോഴും പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ഇതാണ് ഒരു മെയിൻ റോഡ്. അവിടുന്ന് വരുന്ന നമ്മൾ വരുന്ന വഴി ഇതാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതാണ് ഈ വരുന്ന വഴി. പക്ഷേ ഇവിടുന്ന് നോക്കുമ്പോൾ തൊട്ടടുത്താണ്, ഹൈക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വഴിയാണ്. ക്യാമ്പിംഗ് അവസാനിപ്പിച്ചത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പോവാണ് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 9:30 മണിയായി. ഇനി ഏകദേശം ദുബായിക്കാണെങ്കിൽ 1 മണിക്കൂർ കേട്ടോ. ഏകദേശം ഒരു 86 കിലോമീറ്ററാണ് നമുക്ക് ഇവിടെ നിന്നുള്ളത്. നമുക്കിനി ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ദുബായിലെത്താം. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ദൂരമൊന്നുമില്ല. അതുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ഒന്ന് ക്യാമ്പ് ചെയ്യാം. പക്ഷേ 4x4 വണ്ടി മസ്റ്റാണ് കേട്ടോ. അതേപോലെയുള്ള റോഡുകളാണ്. റോഡിൻ്റെ ഫുള്ള് കാഴ്ചകൾ നമുക്ക് ഇനി തിരിച്ചു പോകുമ്പോൾ കാണാം കേട്ടോ. എന്താ വെച്ചാൽ ഇന്നലെ വന്നിട്ട് കുറച്ച് ഇരുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. മാക്സിമം ആൾക്കാർ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുക. അതേപോലെ ഇവിടെയുള്ള സൺറൈസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ നല്ലൊരു ടെമ്പറേച്ചർ, നല്ലൊരു വെതർ, നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ടും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഫർഫർ മൗണ്ടൻ്റെ ഈ ഒരു ക്യാമ്പിംഗ് സ്പോട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഫർഫർ മൗണ്ടിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. കട്ട് ഓഫ് റോഡാണ്, ചെറിയ ഓഫ് റോഡ്, കട്ട് ഓഫ് റോഡ്. ഇവിടേക്ക് കേട്ടില്ല, എന്തൊരു കുത്തനെ കറ്റാന്നൊക്കെ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവരെല്ലാം പോയി. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പോവാണ്. റോഡ് കണ്ടില്ല, റോഡ് ഭയങ്കര മോശം റോഡാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് വെഹിക്കിൾ ഇല്ലാണ്ട് ഈ വഴിക്ക് വരരുത്. ഭയങ്കര റിസ്ക്കാണ്. കല്ലൊക്കെ ആകെ വെട്ടി ആകെ പൊളിഞ്ഞെടുക്കണം. മൊത്തം ഉരുളൻ കല്ലുകളൊക്കെയാണ്. അതിന് കുഴപ്പമില്ല. നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. നല്ല വൈബാണ്, നല്ല വ്യൂ ആണ്. രാവിലെ സൺറൈസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള നല്ല കട്ട ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യണം. നേരെ ഇങ്ങോട്ട് വന്നേക്ക് ഫർഫർ മൗണ്ടൻ. നല്ലൊരു ഓഫ് റോഡ് ട്രാക്കാണ്. നല്ല അടിപൊളി ട്രാക്കാണ്, അടിപൊളി ട്രാക്കാണ്. ഓരോ മലകൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ഒരു വൈബാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതൊരു
ഫർഫർ മൗണ്ടൻ്റെ ഓഫ് റോഡ് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. ഈ വഴി കണ്ട, ഈ വഴി ഇങ്ങനെ ഈ വലിയൊരു മലയുടെ സൈഡിൽ കൂടെയുള്ള ഒരു വഴി കൂടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് കേട്ടോ. നമ്മൾ എവിടേക്ക് വരുമ്പോൾ പല പല വഴികൾ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് താഴെ കൂടെ വേറൊരു വഴി കാണിക്കുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വഴികളൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് അവർ പുതിയ പുതിയ വഴികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ നോക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പറ്റിയ വഴി എടുത്ത് നമുക്ക് പോകാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു ചെറിയൊരു ഫാമാണ്, ഈ മലനിരകൾക്കിടയിലുള്ള ചെറിയൊരു ഫാമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ ഏകദേശം കഴിയാറായിട്ടോ. നമുക്കിപ്പോൾ ആ വലിയ കയറ്റങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടെ ഒരു ഫാമാണ് കേട്ടോ. അവിടെ ഒരുപാട് തട്ടുതട്ടായിട്ടുള്ള കൃഷികളും നടക്കേണ്ടതാണ്. അതുപോലെ ഇവർ താമസിക്കുന്ന ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വെള്ളമുള്ള ഏരിയ ആണ്, നല്ല പച്ചപ്പാണ്. അതുപോലെ ഈന്തപ്പനും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഓരോ മഴ പെയ്യുമ്പോഴും ഇവിടെയുള്ള ഓരോ റോഡുകൾ ഇങ്ങനെ ഒലിച്ചു പോണ രീതിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഏത് സമയത്ത് ഏത് റോഡാണ് ഉണ്ടാവും പറയാൻ പറ്റില്ല. മഴ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും അവർ പുതിയ റോഡ് ഉണ്ടാക്കും. ആ കാണുന്ന മലയിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ. ഇവിടെ ഹൈക്കിംഗ് ട്രെയിൽ ഉണ്ട്. അപ്പോൾ ഹൈക്കിംഗ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ഇവിടെ നിന്ന് കയറാം. ഇത്രയ്ക്ക് വളഞ്ഞിങ്ങനെ ഓഫ് റോഡ് ചെയ്തു പോകേണ്ട കാര്യമൊന്നുമില്ല. സുഖമായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഹൈക്ക് ചെയ്ത് കയറാവുന്ന ഒരു കാര്യമുള്ള ഇങ്ങനെയുള്ള മലനിരകൾക്ക് ഇടയിലുള്ള പച്ചപ്പും റോഡിലൂടെയൊക്കെ നമ്മുടെ ഒരു ഡ്രൈവ് നമ്മൾ ഭയങ്കര രസമുള്ളൊരു ഡ്രൈവ് കേട്ടോ. നല്ല ഗ്രീനറുള്ള റോഡാണ്. ഫൈനലി നാരങ് റോഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഒക്കെ ഇത്രയും പെട്ടെന്ന് കിട്ടുന്നതാണ് കേട്ടോ.